Assalamualaikum. Hi friends. Welcome back to my channel. Zainusfoodtube എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. പത്തിരിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയാണിത്. ഞങ്ങളുടെ നാട്ടിൽ കലക്കിച്ചുട്ട അപ്പം എന്ന് പറയും, നീർദോശ പോലെ കനം കുറഞ്ഞ അപ്പം. ആ അപ്പത്തിലേക്കാണിത് ഏറ്റവും നല്ലതായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഈ 1 കപ്പ് തേങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ശരിക്കും ഇതിൽ മല്ലി ഒട്ടും കൂടാൻ പാടില്ല, എന്നാൽ അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടും. ഇപ്പോൾ ഈ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ കണക്കാണ്. 1 കപ്പ് തേങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം ഇതിലേക്ക് ചേർക്കുക. പെരുംജീരകം 1/2 ടീസ്പൂൺ തന്നെ എടുക്കണം. പെരുംജീരകം ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരിതിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്, അത് ചേർക്കുക. അതിനുശേഷം 5-6 അല്ലി ചെറിയ ഉള്ളി, ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണിത്, പിന്നെ 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പില, 2 ഇതിൽ വേപ്പില, ഇത്രയും ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം സവാള ചേർക്കുക. പിന്നെ ഇതിനോടൊപ്പം ഞാൻ 5-6 ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക. എനിക്ക് ചെറിയ ഉള്ളി ചേർത്ത കറികൾ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. 6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായൊന്ന് വഴന്നു വരട്ടെ.
ഇപ്പോൾ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചതാണിത്. അത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ അറിയാലോ, തക്കാളി ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം പാനൊന്ന് മൂടി വെക്കുക. തക്കാളി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ തക്കാളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ കറിക്ക് തക്കാളി നന്നായി വെന്തുടയണം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായി പോയതിന് ശേഷം മാത്രമേ ഇതിൽ വെള്ളം ചേർക്കാവൂ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തേങ്ങ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെടുക്കുന്ന തേങ്ങക്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കറിക്കനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ചു വെക്കരുത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മുട്ട ഇതിലേക്ക് നമ്മൾ ഉടച്ചാണ് ഒഴിക്കുന്നത്. അപ്പോൾ കറി ഒന്നും കൂടി നീണ്ടുപോകും. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് തിക്കിൽ ഉള്ളതിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വല്ലാതെ തിക്കും ആവരുത്, അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കി പോരെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം മുട്ട ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ചേർത്ത് കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വെള്ള വേറെയും മഞ്ഞ വേറെ ആയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞ യൂസ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ. അല്ലാത്തവർക്ക് ഇങ്ങനെ ഒന്നിച്ചൊഴിച്ച് കഴിക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക, കൂടുതൽ വേണ്ട. ഇപ്പോൾ മുട്ട കറിയിലേക്ക് ഒഴിച്ച് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടിയൊന്ന് തുറന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട വലിയ ലംസായി കിട്ടും. അതല്ല നിങ്ങൾക്ക് ചെറിയ ലംസാണ് വേണ്ടത് എങ്കിൽ മുട്ട കറിയിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെയും ചെയ്യാം, അത് നിങ്ങളിഷ്ടം. ഈ മുട്ട ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇളക്കാതെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വേണ്ട മുട്ടയൊക്കെ ഉണ്ട് ഇതേപോലെ വലിയ
ലംസായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അങ്ങനെ ആകുമ്പോൾ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. അപ്പോൾ അത് മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ലൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അവസരത്തിൽ കാണാം. താങ്ക് യു.